ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ലേണേഴ്സ് എക്സാം സംബന്ധിച്ച് ഒരു പുതിയ വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ലേണേഴ്സ് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ സഹായകരമായിരിക്കും. വരും ക്ലാസ്സുകളിൽ ബാക്കി വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനാൽ മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലോട്ട് പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ട്രാഫിക് റോഡ് സൈനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പ്രധാനമായും 3 ട്രാഫിക് റോഡ് സിഗ്നൽസുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ഇൻഫോർമേറ്ററി സിഗ്നൽസ്, വിവര സൂചന ചിഹ്നങ്ങൾ. രണ്ടാമത്തെ കോഷണറി സിഗ്നൽസ്, മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ. മൂന്നാമത്തെ മാൻഡേറ്ററി സിഗ്നൽസ്, നിയമാനുസൃത ചിഹ്നങ്ങൾ. ഇത് മൂന്നും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഇൻഫോർമേറ്ററി സിഗ്നൽസ് എന്താണെന്ന് നോക്കാം. ഇൻഫോർമേറ്ററി സിഗ്നൽസ് എന്ന് പറയുന്നത് വിവര സൂചന ചിഹ്നങ്ങളാണ്. റെക്റ്റാങ്കുലർ ഓർ സ്ക്വയർ ഷേപ്പ് ബോർഡിലാണ് ഇവ കാണപ്പെടുന്നത്. വിവരങ്ങൾ നൽകുന്ന ചിഹ്നങ്ങളാണ് ഇൻഫോർമേറ്ററി സിഗ്നൽസ്. ഇൻഫോർമേറ്ററി സിഗ്നൽസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഡ്രൈവർമാർക്ക് സഹായകരമായ വിവരങ്ങൾ നൽകുക എന്നതാണ്. ഇതിന് ഉദാഹരണമാണ് ഹോസ്പിറ്റൽ, പെട്രോൾ പമ്പ്, ബസ് സ്റ്റോപ്പ്, റെസ്റ്റോറൻറ്റ് എന്നിവ. കോഷണറി സിഗ്നൽസ് അഥവാ മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ എന്താണെന്ന് നോക്കാം. മുന്നറിയിപ്പ് നൽകുന്ന ചിഹ്നങ്ങളാണ് കോഷണറി സിഗ്നൽസ്. ട്രയാങ്കുലർ ഷേപ്പ് ബോർഡിലാണ് ഇവ കാണപ്പെടുന്നത്. വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നതാണ് കോഷണറി സിഗ്നൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഉദാഹരണങ്ങളാണ് വളവ് മുന്നിൽ, സ്കൂള് മുന്നിൽ, ഇടുങ്ങിയ റോഡ്, റെയിൽവേ ക്രോസിംഗ്, വഴുതി പോകുന്ന റോഡ് എന്നിവ. മാൻഡേറ്ററി സിഗ്നൽസ് എന്താണെന്ന് നോക്കാം. മാൻഡേറ്ററി സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ നിയമാനുസൃത ചിഹ്നങ്ങളാണ്. നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് മാൻഡേറ്ററി സിഗ്നൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കുലർ ബോർഡിലാണ് ഇവ കാണപ്പെടുന്നത്. ഈ ചിഹ്നങ്ങൾ പാലിക്കാതെ പോയാൽ പിഴയോ നിയമ നടപടിയോ ഉണ്ടാകും. ഇതിന് ഉദാഹരണമാണ് വലത്തോട്ട് മാത്രം തിരിയുക, പ്രവേശന നിരോധിതം, വേഗപരിധി, ഹോൺ നിരോധിതം, നിർത്തുക, സ്റ്റോപ്പ് എന്നിവ. ചോദ്യം 1. ചിഹ്നം തിരിച്ചറിയുക. 1. നിർത്തുക. 2. പാർക്കിംഗ് പാടില്ല. 3. ആശുപത്രി അടുത്ത്. ഉത്തരം 1. നിർത്തുക. ചോദ്യം 2. ചിഹ്നം തിരിച്ചറിയുക. 1. ഇടത്തോട്ട് തിരിയുക. 2. ഇടത്തോട്ട് റോഡില്ല. 3. ഇടത്തോട്ട് മാത്രം തിരിയുക. ഉത്തരം 3. ഇടത്തോട്ട് മാത്രം തിരിയുക. ചോദ്യം 3. ചിഹ്നം തിരിച്ചറിയുക. 1. വഴി കൊടുക്കുക. 2. ആശുപത്രി അടുത്ത്. 3. ട്രാഫിക് ഐലൻഡ് അടുത്ത്. ഉത്തരം 1. വഴി കൊടുക്കുക. ചോദ്യം 4. ചിഹ്നം തിരിച്ചറിയുക. 1. നോ എൻട്രി. 2. വൺ വേ. 3. സ്പീഡ് ലിമിറ്റ് അവസാനിച്ചു. ഉത്തരം 2. വൺ വേ. ചോദ്യം 5. ചിഹ്നം തിരിച്ചറിയുക. 1. വലത്തോട്ട് തിരിയാൻ പാടില്ല. 2. വലത്തോട്ട് ഹെയർപിൻ വളവ്. 3. യു ടേൺ പാടില്ല. ഉത്തരം 3. യു ടേൺ പാടില്ല. ചോദ്യം 6. ചിഹ്നം തിരിച്ചറിയുക. 1. കാൽനടക്കാരുടെ ക്രോസിംഗ്. 2. കാൽനടക്കാർക്ക് കയറാം. 3. കാൽനടക്കാരുടെ ക്രോസിംഗ് പാടില്ല. ഉത്തരം 1. കാൽനടക്കാരുടെ ക്രോസിംഗ്. ചോദ്യം 7. ചിഹ്നം തിരിച്ചറിയുക. 1. വലതുവശം വഴി സഞ്ചരിക്കുക. 2. വലതുവശം പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു. 3. വലതുവശത്തോട്ട് മാത്രം തിരിയുക. ഉത്തരം 2. വലതുവശം പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു. ചോദ്യം 8. ചിഹ്നം തിരിച്ചറിയുക. 1. യു ടേൺ പാടില്ല. 2. വലത്തോട്ട് തിരിയാൻ പാടില്ല. 3. ഇടതുവശത്തു കൂടിയുള്ള ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു. ഉത്തരം 2. വലത്തോട്ട് തിരിയാൻ പാടില്ല. ചോദ്യം 8. ചിഹ്നം തിരിച്ചറിയുക. 1. റോഡ് 2ആയി തിരിയുന്നു. 2. ഇടുങ്ങിയ പാലം മുൻപിൽ. 3. ഇടുങ്ങിയ റോഡ് മുൻപിൽ. ഉത്തരം 2. ഇടുങ്ങിയ പാലം മുൻപിൽ. ചോദ്യം 9. ചിഹ്നം തിരിച്ചറിയുക. 1. ഫസ്റ്റ് എയ്ഡ്. 2. വിശ്രമ കേന്ദ്രം. 3. ആശുപത്രി. ഉത്തരം 3. ആശുപത്രി. ചോദ്യം 10. ചിഹ്നം തിരിച്ചറിയുക. 1. ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ്. 2. വിശ്രമ കേന്ദ്രം. 3. ആശുപത്രി. ഉത്തരം 1. ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ്. ചോദ്യം 11. ചിഹ്നം തിരിച്ചറിയുക. 1. ആശുപത്രി. 2. വിശ്രമ കേന്ദ്രം. 3. ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ്. ഉത്തരം 2. വിശ്രമ കേന്ദ്രം. ചോദ്യം 12. ചിഹ്നം തിരിച്ചറിയുക. 1. റോഡ് അടച്ചിരിക്കുന്നു. 3. പാർക്കിംഗ് പാടില്ല. 3. സ്പീഡ് നിയന്ത്രണം അവസാനിച്ചു. ഉത്തരം 3. സ്പീഡ് നിയന്ത്രണം അവസാനിച്ചു. ചോദ്യം 13. ചിഹ്നം തിരിച്ചറിയുക. 1. ഇടുങ്ങിയ റോഡ് മുൻപിൽ. 2. ഇടുങ്ങിയ പാലം മുൻപിൽ. 3. റോഡ് 2ആയി തിരിയുന്നു.
ഉത്തരം 1 ഇടുങ്ങിയ റോഡ് മുൻപിൽ. ചോദ്യം 14 ചിഹ്നം തിരിച്ചറിയുക. 1 വലതുവശത്തൂടെ ഉള്ള എൻട്രി നിരോധിച്ചിരിക്കുന്നു. 2 ഇടതുവശത്തൂടെ ഉള്ള എൻട്രി നിരോധിച്ചിരിക്കുന്നു. 3 ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു. ഉത്തരം 3 ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു. ചോദ്യം 15 ചിഹ്നം തിരിച്ചറിയുക. 1 ക്രോസ് റോഡ്, 2 നോ എൻട്രി, 3 ആശുപത്രി. ഉത്തരം 1 ക്രോസ് റോഡ്. ചോദ്യം 16 ചിഹ്നം തിരിച്ചറിയുക. 1 നിയന്ത്രണം അവസാനിച്ചു, 2 നോ എൻട്രി, 3 ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു. ഉത്തരം 2 നോ എൻട്രി. ചോദ്യം 17 ചിഹ്നം തിരിച്ചറിയുക. 1 വലത്തോട്ട് തിരിയുക, 2 വലത്തോട്ട് അല്ലെങ്കിൽ നേരെ മാത്രം പോകുക, 3 ഇടത്തോട്ട് സൈഡ് റോഡ്. ഉത്തരം 3 ഇടത്തോട്ട് സൈഡ് റോഡ്. ചോദ്യം 18 ചിഹ്നം തിരിച്ചറിയുക. 1 ഹോൺ മുഴക്കുക, 2 തുടർച്ചയായി ഹോൺ മുഴക്കുക, 3 ഹോൺ നിരോധിച്ചിരിക്കുന്നു. ഉത്തരം 1 ഹോൺ മുഴക്കുക. ചോദ്യം 19 ചിഹ്നം തിരിച്ചറിയുക. 1 വലത്തോട്ട് ഹെയർപിൻ വളവ്, 2 വലത്തോട്ട് മാത്രം തിരിയുക, 3 വലത്തോട്ട് തിരിയാൻ പാടില്ല. ഉത്തരം 2 വലത്തോട്ട് മാത്രം തിരിയുക. ചോദ്യം 20 ചിഹ്നം തിരിച്ചറിയുക. 1 നിയന്ത്രണം അവസാനിച്ചു, 2 നിർത്താൻ പാടില്ല, 3 പാർക്കിംഗ് പാടില്ല. ഉത്തരം 3 പാർക്കിംഗ് പാടില്ല. ചോദ്യം 21 ചിഹ്നം തിരിച്ചറിയുക. 1 ഹോൺ നിരോധിച്ചിരിക്കുന്നു, 2 തുടർച്ചയായി ഹോൺ മുഴക്കുക, 3 ഹോൺ മുഴക്കുക. ഉത്തരം 1 ഹോൺ നിരോധിച്ചിരിക്കുന്നു. ചോദ്യം 22 ചിഹ്നം തിരിച്ചറിയുക. 1 മോട്ടോർ വാഹനങ്ങൾക്ക് വഴിയില്ല, 2 മോട്ടോർ വാഹനങ്ങൾക്കും കാറുകൾക്കും വഴിയില്ല, 3 മോട്ടോർ വാഹനങ്ങൾക്കും കാറുകൾക്കും ഉള്ള വഴി. ഉത്തരം 2 മോട്ടോർ വാഹനങ്ങൾക്കും കാറുകൾക്കും വഴിയില്ല. ചോദ്യം 23 ചിഹ്നം തിരിച്ചറിയുക. 1 കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു, 2 സൈക്കിൾ അനുവദിച്ചിരിക്കുന്നു, 3 എല്ലാ വാഹനങ്ങളും നിരോധിച്ചിരിക്കുന്നു. ഉത്തരം 1 കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു. 24 ചിഹ്നം തിരിച്ചറിയുക. 1 വിദ്യാർത്ഥികളുടെ ക്രോസിംഗ് പാടില്ല, 2 കാൽനടക്കാരുടെ ക്രോസിംഗ്, 3 കാൽനടക്കാരുടെ ക്രോസിംഗ് പാടില്ല. ഉത്തരം 3 കാൽനടക്കാരുടെ ക്രോസിംഗ് പാടില്ല. ചോദ്യം 25 ചിഹ്നം തിരിച്ചറിയുക. 1 വലതുവശത്തു കൂടിയുള്ള ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു, 2 ഇടത്തോട്ട് തിരിയുക, 3 ഇടത്തോട്ട് തിരിയുക നിരോധിച്ചിരിക്കുന്നു. ഉത്തരം 3 ഇടത്തോട്ട് തിരിയുക നിരോധിച്ചിരിക്കുന്നു. ചോദ്യം 26 ചിഹ്നം തിരിച്ചറിയുക. 1 50 km/മണിക്കൂർ സ്പീഡിൽ കൂടാതെ പോകുക, 2 50 km/മണിക്കൂർ സ്പീഡിൽ പോകുക, 3 50 km/മണിക്കൂർ സ്പീഡിൽ മുകളിൽ പോകുക. ഉത്തരം 1 50 km/മണിക്കൂർ സ്പീഡിൽ കൂടാതെ പോകുക. ചോദ്യം 27 ചിഹ്നം തിരിച്ചറിയുക. 1 2 km/മണിക്കൂർ സ്പീഡിൽ പോകുക, 2 മീറ്റർ മുകളിൽ വീതിയുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു, 3 2 മീറ്റർ മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഉത്തരം 2 മീറ്റർ മുകളിൽ വീതിയുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ചോദ്യം 28 ചിഹ്നം തിരിച്ചറിയുക. 1 3.5 മീറ്റർ മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾക്കുള്ള വഴി, 2 3.5 മീറ്റർ മുകളിൽ വീതിയുള്ള വാഹനങ്ങൾക്കുള്ള വഴി, 3 3.5 മീറ്റർ മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഉത്തരം 3 3.5 മീറ്റർ മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ചോദ്യം 29 ചിഹ്നം തിരിച്ചറിയുക. 1 നിർത്തുക, 2 നിർത്തുവാനോ സ്റ്റാൻഡിങ്ങിനോ പാടില്ല, 3 ജംഗ്ഷൻ. ഉത്തരം 2 നിർത്തുവാനോ സ്റ്റാൻഡിങ്ങിനോ പാടില്ല. ചോദ്യം 30 ചിഹ്നം തിരിച്ചറിയുക. 1 നോ എൻട്രി, 2 മുമ്പോട്ട് മാത്രം, 3 വലത്തോട്ടോ ഇടത്തോട്ടോ പോകാം. ഉത്തരം 2 മുമ്പോട്ട് മാത്രം. ചോദ്യം 31 ചിഹ്നം തിരിച്ചറിയുക. 1 വലത്തോട്ടോ മുമ്പോട്ടോ മാത്രം പോകാം, 2 ഇടത്തോട്ടോ മുമ്പോട്ടോ മാത്രം പോകാം, 3 സൈഡ് റോഡ്. ഉത്തരം 2 ഇടത്തോട്ടോ മുമ്പോട്ടോ മാത്രം പോകാം. ചോദ്യം 32 ചിഹ്നം തിരിച്ചറിയുക. 1 ഇടതുവശത്ത് നിർത്തുക, 2 ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക, 3 ഇടത്തോട്ട് തിരിയുക. ഉത്തരം 2 ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക. ചോദ്യം 33 ചിഹ്നം തിരിച്ചറിയുക. 1 വലത്തോട്ട് തിരിയുക, 2 വലത്തോട്ട് വളവ്, 3 വലത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക.
ഉത്തരം 2 വലത്തോട്ട് വളവ്. ചോദ്യം 34. ചിഹ്നം തിരിച്ചറിയുക. 1 ഇടത്തോട്ട് വളവ്, 2 ഇടത്തോട്ട് തിരിയുക, 3 ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക. ഉത്തരം 1 ഇടത്തോട്ട് വളവ്. ചോദ്യം 35. ചിഹ്നം തിരിച്ചറിയുക. 1 വലത്തോട്ട് ഹെയർപിൻ വളവ്, 2 വലത്തോട്ട് തിരിയുക, 3 വലത്തോട്ട് വളവ്. ഉത്തരം 1 വലത്തോട്ട് ഹെയർപിൻ വളവ്. ചോദ്യം 36. ചിഹ്നം തിരിച്ചറിയുക. 1 ഇടത്തോട്ട് വളവ്, 2 ഇടത്തോട്ട് ഹെയർപിൻ വളവ്, 3 ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക. ഉത്തരം 2 ഇടത്തോട്ട് ഹെയർപിൻ വളവ്. ചോദ്യം 37. ചിഹ്നം തിരിച്ചറിയുക. 1 റൈറ്റ് റിവേഴ്സ് വളവ്, 2 ലെഫ്റ്റ് റിവേഴ്സ് വളവ്, 3 വലത്തോട്ട് തിരിഞ്ഞു മുന്നോട്ട്. ഉത്തരം 1 റൈറ്റ് റിവേഴ്സ് വളവ്. ചോദ്യം 38. ചിഹ്നം തിരിച്ചറിയുക. 1 റൈറ്റ് റിവേഴ്സ് വളവ്, 2 ലെഫ്റ്റ് റിവേഴ്സ് വളവ്, 3 ഇടത്തോട്ട് തിരിഞ്ഞു മുന്നോട്ട്. ഉത്തരം 2 ലെഫ്റ്റ് റിവേഴ്സ് വളവ്. ചോദ്യം 39. ചിഹ്നം തിരിച്ചറിയുക. 1 വലത്തോട്ട് തിരിയുക, 2 വലത്തോട്ട് സൈഡ് റോഡ്, 3 വലത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക. ഉത്തരം 2 വലത്തോട്ട് സൈഡ് റോഡ്. ചിഹ്നം തിരിച്ചറിയുക. 1 മെയിൻ റോഡ് മുന്നിൽ, 2 ക്രോസ് റോഡ്, 3 ഇടുങ്ങിയ റോഡ്. ഉത്തരം 1 മെയിൻ റോഡ് മുന്നിൽ. ചോദ്യം 41. ചിഹ്നം തിരിച്ചറിയുക. 1 വലത്തോട്ട് തിരിയുക, 2 ഇടത്തോട്ട് തിരിയുക, 3 ചുറ്റിക്കറങ്ങി പോകുക. ഉത്തരം 3 ചുറ്റിക്കറങ്ങി പോകുക അല്ലെങ്കിൽ റൗണ്ട് അബൌട്ട്. ചോദ്യം 42. ചിഹ്നം തിരിച്ചറിയുക. 1 ഇടുങ്ങിയ റോഡ് മുൻപിൽ, 2 അപകടകരമായ താഴ്ച, 3 ഫെറി. ഉത്തരം 2 അപകടകരമായ താഴ്ച. ചോദ്യം 43. ചിഹ്നം തിരിച്ചറിയുക. 1 കാവലുള്ള റെയിൽവേ ഗേറ്റ്, 2 കാവലില്ലാത്ത റെയിൽവേ ഗേറ്റ്, 3 തടസ്സം മുന്നിൽ. ഉത്തരം 1 കാവലുള്ള റെയിൽ ഗേറ്റ്. ചോദ്യം 44. ചിഹ്നം തിരിച്ചറിയുക. 1 ഇടത്തോട്ട് Y ആകൃതിയിൽ വിഭജനം, 2 വലത്തോട്ട് Y ആകൃതിയിൽ വിഭജനം, 3 ഇടത്തോട്ട് സൈഡ് റോഡ്. ഉത്തരം 1 ഇടത്തോട്ട് Y ആകൃതിയിൽ വിഭജനം അല്ലെങ്കിൽ Y ഇൻ്റർസെക്ഷൻ. ചോദ്യം 45. ചിഹ്നം തിരിച്ചറിയുക. 1 ഇടത്തോട്ട് Y ആകൃതിയിൽ വിഭജനം, 2 വലത്തോട്ട് Y ആകൃതിയിൽ വിഭജനം, 3 വലത്തോട്ട് സൈഡ് റോഡ്. ഉത്തരം 2 വലത്തോട്ട് Y ആകൃതിയിൽ വിഭജനം അല്ലെങ്കിൽ Y ഇൻ്റർസെക്ഷൻ. ചോദ്യം 46. ചിഹ്നം തിരിച്ചറിയുക. 1 ഇടത്തോട്ട് തിരിയുക, 2 വലത്തോട്ട് തിരിയുക, 3 Y കവല. ഉത്തരം 3. ചിഹ്നം തിരിച്ചറിയുക. 1 വലത്തോട്ട് റോഡ്, 2 വലത്തോട്ട് മുന്നോട്ടും റോഡ്, 3 വലത്തോട്ടോ മുന്നോട്ടോ മാത്രം പോകുക. ഉത്തരം 3 വലത്തോട്ടോ മുന്നോട്ടോ മാത്രം പോകുക. ചോദ്യം 48. ചിഹ്നം തിരിച്ചറിയുക. 1 വഴുതലുള്ള റോഡ്, 2 ചരൽ റോഡ്, 3 കാറ് നിരോധിച്ചിരിക്കുന്നു. ഉത്തരം 1 വഴുതലുള്ള റോഡ്. ചോദ്യം 49. ചിഹ്നം തിരിച്ചറിയുക. 1 ചരൽ റോഡ്, 2 വഴുതലുള്ള റോഡ്, 3 കാർ നിരോധിച്ചിരിക്കുന്നു. ഉത്തരം 1 ചരൽ റോഡ്. ചോദ്യം 50. ചിഹ്നം തിരിച്ചറിയുക. 1 സൈക്കിൾ ക്രോസിംഗ്, 2 സൈക്കിൾ നിരോധിച്ചിരിക്കുന്നു, 3 സൈക്കിൾ പോകില്ല. ഉത്തരം 1 സൈക്കിൾ ക്രോസിംഗ്.